ഇത് കണ്ടോ, ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് ടീം ക്യാൻസറിന് അവയർനെസ് കൊടുത്തുകൊണ്ട് എല്ലാവരും പിങ്ക് ധരിച്ചുകൊണ്ട് ഒരു ക്യാമ്പയിൻ കണ്ടക്ട് ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ ഇന്ത്യയുടെ അവസ്ഥ ഒന്ന് നോക്കിയേ. ഇന്ത്യൻ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ പാൻ മസാലയുടെയും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ പരസ്യം വെച്ചിരിക്കുന്നു. ഇത് ആക്ച്വലി ഒരുപാട് പേര് കണ്ണടച്ച് കാണുന്ന ഒരു കാര്യമാണെങ്കിലും വളരെയധികം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. ഇത് മാത്രമല്ല, ഒരുപാട് സെലിബ്രിറ്റികൾ ഇത്തരം പുകയില ഉൽപ്പന്നങ്ങളുടെയും പാൻ മസാല ഉൽപ്പന്നങ്ങളുടെയും ഒക്കെ പരസ്യത്തിൽ പോലും അഭിനയിച്ചുകൊണ്ട് ഇവയെ പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്. ഒരുപാട് പേരുണ്ട്. ഷാരൂഖ് ഖാൻ, സൽമാൻ ഖാൻ, അക്ഷയ് കുമാർ, ഈവൻ ക്രിക്കറ്റേഴ്സ് പോലും ഉണ്ട് അതിൽ. കപിൽ ദേവ്, സുനിൽ ഗവാസ്കർ, ക്രിസ് ഗെയിൽ, സേവാങ് എക്സെട്ര. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഇന്ത്യയിൽ ഒരു വർഷം ഏതാണ്ട് 10 ലക്ഷത്തോളം പേര് പുകയില ഉൽപ്പന്നങ്ങൾ മാത്രം ഉപയോഗിച്ചുകൊണ്ട് മരിക്കുന്നുണ്ട്. ഈ പാൻ മസാലയും അതുപോലെ തന്നെ വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള, വളരെ ഹാംഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. എന്നിട്ടും രാജ്യത്തിന്റെ റോൾ മോഡൽസ് ആവേണ്ട ആളുകൾ തന്നെ ഇത്തരം മോശമായ ഒരു ഉൽപ്പന്നത്തെ പ്രൊമോട്ട് ചെയ്യുകയാണ്. വെൽ, ലൈക്ക് ഐ ഓൾവേസ് സേ, ദിസ് ഈസ് ദ റിയാലിറ്റി ബിഹൈൻഡ് സെലിബ്രിറ്റി എൻഡോഴ്സ്മെന്റ്സ്. പിന്നെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത്, ഈ പറയുന്ന സെലിബ്രിറ്റികളൊന്നും ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നില്ല. കാര്യം, അവർ പരസ്യത്തിലേക്ക് അപ്പിയർ ചെയ്യുമെങ്കിലും അവരിതൊന്നും തൊട്ടുപോലും നോക്കുന്നില്ല മിക്ക ആളുകളും. കാരണം അവർക്കറിയാം ഇതൊന്നും അവരുടെ ഹെൽത്തിന് നല്ലതല്ല എന്നുള്ളത്. ആൻഡ് യെറ്റ് ദേ സ്റ്റിൽ പ്രൊമോട്ട് ഇറ്റ് ഓൺലി ഫോർ മണി. ഞാൻ പറയുന്നത്, ദ ഗവൺമെന്റ് ഷുഡ് ബാൻ ദീസ് ടൈപ്പ് ഓഫ് ടൊബാക്കോ പ്രൊഡക്ട്സ്. ഞാനിപ്പോൾ പറഞ്ഞതുകൊണ്ട് എന്തായാലും ഈ പാൻ മസാല ഉൽപ്പന്നങ്ങളൊന്നും റദ്ദാക്കാനായിട്ട് പോണില്ല എന്നറിയാം. എങ്കിലും അറ്റ്ലീസ്റ്റ് boycott these type of advertisements. Even in the stadiums also. It's like selling poison right in front of our eyes.